ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഷീബ ജെസി. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവേ ഈ പാവയ്ക്ക വിഭവങ്ങളോട് അധികമാർക്കും വലിയൊരു താല്പര്യമൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ ഒട്ടുമേ കയ്പില്ലാതെ വളരെ രുചികരമായി ഒരു പാവയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ചൂട് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ ഈ രുചികരമായിട്ടുള്ള പാവയ്ക്ക പുളിങ്കറി തയ്യാറാക്കുന്നത് എങ്ങനെയാണ് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ. ഇനി പുതിയ ഫ്രണ്ട്സ് ആരെങ്കിലും എൻ്റെ റെസിപ്പി കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണം കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഒരു കടായി ചൂടാവുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി 1/2 ടീസ്പൂൺ കടുക് കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു കഷ്ണം ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇഞ്ചി ചെറുതായി ഒന്ന് വഴന്ന് വരുമ്പോൾ ഒരു 5 വെളുത്തുള്ളി ചതച്ച് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് കഷ്ണം മുറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 3 പച്ചമുളകും ചെറുതായി പൊടിയായി അരിഞ്ഞത് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് കരിഞ്ഞു പോകാതെ നമുക്കതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഉള്ളിയെല്ലാം ഇതുപോലെ നന്നായിട്ടൊന്ന് വഴന്നു വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പൊടികളുടെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. തയ്യാറാക്കാനായിട്ട് ഒരു വലിയൊരു പാവയ്ക്കയാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി മസാലകളും ഈ പാവയ്ക്ക കഷ്ണങ്ങളും എല്ലാം നന്നായിട്ട് ഒന്നുകൂടെ നമ്മൾ വഴറ്റിയെടുക്കണം. ഏകദേശം ഒരു 5 മിനിറ്റ് നേരമെങ്കിലും പാവയ്ക്ക കഷ്ണങ്ങൾ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുത്താൽ മാത്രമേ പാവയ്ക്കയുടെ കയ്പ്പ് പൂർണ്ണമായിട്ടും ഇല്ലാതാകുകയുള്ളൂ. അതുകൊണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സമയമെടുത്ത് പാവയ്ക്ക കഷ്ണങ്ങൾ ആ മസാലയുമായി മിക്സ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നിർത്താതെ ഇളക്കിക്കൊണ്ട് പാവയ്ക്ക കഷ്ണങ്ങൾ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഈ പാവയ്ക്ക കഷ്ണങ്ങളൊന്ന് ചെറുതായി ഒന്ന് വെന്ത് വരുവാൻ വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി പുളിങ്കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് ഒരു 5 മിനിറ്റ് നേരം വേവിച്ചെടുക്കാം. ഇപ്പം പാവയ്ക്ക കഷ്ണങ്ങളെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം നല്ല പോലെ വറ്റിയിട്ടുണ്ട്. വേവിക്കാൻ ഒഴിച്ച് കൊടുത്ത വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. ഇനി ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് വെച്ചത് അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആ പുളിവെള്ളം നന്നായിട്ടൊന്ന് ആ പാവയ്ക്ക കഷ്ണങ്ങളുമായിട്ട് മിക്സ് ചെയ്ത ശേഷം അതുകൂടെ ഒന്ന് വറ്റി ഒന്ന് കുറുകി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. 2-3 മിനിറ്റിനകം തന്നെ ആ പുളിവെള്ളം നന്നായിട്ട് വറ്റി പാവയ്ക്ക കഷ്ണങ്ങളുമായിട്ട് മിക്സ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്ക് കറി വാങ്ങി വയ്ക്കാം. ഇനി ഇതിലേക്ക് വേറെ താളിപ്പോ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചൂട് ചോറിൻ്റെ കൂടെയെല്ലാം വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ് ഈ പാവയ്ക്ക പുളിങ്കറി. ഒട്ടുമേ കയ്പില്ലാതെ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.